നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. കായിക ലോകത്ത് ഹീറോയിൽ നിന്ന് സീറോയിലേക്കും തിരിച്ചുമുള്ള ദൂരം വളരെ കുറവാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ്, അതായത് 2026 മാർച്ചിൽ നടന്ന T20 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇതേ ഇംഗ്ലണ്ടിനെതിരെ 42 പന്തിൽ 89 റൺസ് അടിച്ചുകൂട്ടി ഇന്ത്യയുടെ ഹീറോയായ അതേ സഞ്ജു സാംസൺ ഇന്ന് ചെസ്റ്റർലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൗണ്ടിൽ വെറും 1 റൺസിന് പുറത്തായി മടങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ്. സകിബ് മഹ്മൂദിന്റെ ഓഫ് സ്റ്റംപിന് തൊട്ടുപുറത്ത് വന്ന ഫുൾ ഡെലിവറി. സഞ്ജു തന്റെ പതിവ് ശൈലിയിൽ മനോഹരമായ ഒരു ഡ്രൈവിന് ശ്രമിച്ചു. ടൈമിംഗ് കൃത്യമായിരുന്നെങ്കിലും പന്ത് അല്പം ഉയർന്നു പൊങ്ങി ബാക്ക്വേർഡ് പോയിന്റിലേക്ക് പാഞ്ഞു. അവിടെ ഫീൽഡ് ചെയ്യുകയായിരുന്ന ടോം ബാറ്റൺ വലത്തോട്ട് ഡൈവ് ചെയ്തുകൊണ്ട് ഇരു കൈകളിലുമായി ആ പന്തൊതുക്കുമ്പോൾ അത് വെറുമൊരു വിക്കറ്റ് വീഴ്ച മാത്രമായിരുന്നില്ല. ഇന്ത്യൻ ടീമിലെ തന്റെ സ്ഥാനത്തിനായുള്ള സഞ്ജുവിന്റെ പോരാട്ടത്തിനേറ്റ വൻ തിരിച്ചടിയായിരുന്നു. തുടർച്ചയായ 3 സിംഗിൾ ഡിജിറ്റ് സ്കോറുകൾ. അയർലൻഡിനെതിരെയുള്ള കഴിഞ്ഞ T20 പരമ്പരയിലെ നിരാശാജനകമായ പ്രകടനങ്ങൾക്ക് ശേഷമാണ് സഞ്ജു ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയ്ക്കായി പാഡണിഞ്ഞത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സിംഗിൾ ഡിജിറ്റിൽ പുറത്തായ സഞ്ജുവിന് ഈ മത്സരം അത്രമേൽ നിർണായകമായിരുന്നു. എന്നാൽ 7 പന്തുകൾ നേരിട്ട് വെറും 1 റൺസ് മാത്രമെടുത്ത് പുറത്തായതോടെ തുടർച്ചയായ 3ാമത്തെ മത്സരത്തിലാണ് സഞ്ജു 2 അക്കം കാണാതെ പുറത്താകുന്നത്. ഒരു അന്താരാഷ്ട്ര ഓപ്പണർ അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന നിലയിൽ ഇത്തരം പ്രകടനങ്ങൾ ടീം മാനേജ്മെന്റിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ചും അയർലൻഡിനെതിരെയുള്ള T20 പരമ്പരയിലെ 2ാമത്തേതിന്റെ അപ്രതീക്ഷിത തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീം ശക്തമായ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ ഫോമിന്റെ ഉയർച്ച താഴ്ചകളും സഞ്ജുവിന്റെ കളിശൈലിയും സഞ്ജു സാംസൺ എപ്പോഴും ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് കളിക്കാരനാണ്. ഫോമിലാകുമ്പോൾ ലോകത്തിലെ ഏത് മികച്ച ബൗളിംഗ് നിരയെയും നിലംപരിശാക്കാൻ കെൽപ്പുള്ള ക്രിസ്പി ഷോട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അമിതമായ ആക്രമണോത്സുകതയോ അല്ലെങ്കിൽ ക്രീസിൽ സെറ്റാകുന്നതിന് മുൻപുള്ള വിക്കറ്റ് വലിച്ചെറിയലോ ആണ് അദ്ദേഹത്തെ പലപ്പോഴും പ്രതിക്കൂട്ടിലാക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലും സകിബ് മഹ്മൂദിന്റെ പന്തിൽ ആ ഡ്രൈവിന് ശ്രമിക്കുമ്പോൾ പന്തിന്റെ ലെങ്ത് പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ സഞ്ജുവിന് ചെറിയ പാകപ്പിഴ പറ്റി. ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ പന്തിന് ലഭിക്കുന്ന ചെറിയ സ്വിങ്ങും ബൗൺസും കണക്കിലെടുക്കാതെയുള്ള ഡ്രൈവ് ബാറ്റണിന്റെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു. ഈ പരമ്പരയിൽ സഞ്ജുവിനു മേലുള്ള സമ്മർദ്ദം ഇരട്ടിയാകാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്.